നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണൽ സ്റ്റേറ്റ് പ്രസിഡന്റ്. ബഹുമാന്യർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മൾ തുടങ്ങിയ ഈ ഷാ വിഷൻ യൂട്യൂബ് ചാനലിലെ ഇന്ന് 2222 എപ്പിസോഡാണ്. നിരന്തരമായ പരിപാടിയും നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് ഉത്തരോത്തരം ശ്രോതാക്കളും കാണികളും വർദ്ധിച്ചു വരുന്നതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിൽ ചിലർ പറഞ്ഞ് അല്പം സമയം കുറക്കണം, പിന്നെ സ്പീഡിൽ സംസാരിക്കണം. ഇത് രണ്ടും ന്യായമാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ സമയം കുറച്ചാൽ നമ്മൾ എന്താണ് വിഷയം ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ വരും. വേഗം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബേസിക്കലി അധ്യാപകൻ കൂടിയാണ്, നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. അത് കുറച്ചും കൂടി സാവധാനം വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കാം. ഇന്ന് അതിസങ്കീർണമായതും വളരെ പ്രാധാന്യമായ വിഷയമാണ്. അത് ഈ 2222 എഡിഷൻ അല്ലെങ്കിൽ ഡേ തന്നെ എടുക്കാൻ കാരണം മറ്റൊന്നുമല്ല. കുറേ നാളായിട്ട് പ്രത്യേകിച്ച് യുവാക്കളിൽ ആത്മഹത്യ വർദ്ധിക്കുന്നതുകൊണ്ട് സഡൻ ഡെത്ത്, അപകട മരണം, ദുർമരണം, പെട്ടെന്നുള്ള മരണം. ഈ ലോകാവസാനമാകുമ്പോൾ ദുർമരണങ്ങൾ കൂടുമെന്ന് ഒരു മതം പറയുന്നുണ്ട്. അതിനിപ്പോൾ അങ്ങനെ ലോകാവസാനമെങ്കിലും ഇതിപ്പോൾ ഒരു 6-7 വർഷമായിട്ടാണ് ഇത്ര. ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ആണ്. പണ്ടൊക്കെ ഇരിക്കാൻ പറ്റില്ല, ഒരാഴ്ചയിൽ ഒരാൾക്കിനും മരണവിവരം കിട്ടുന്നത്. ഇന്നിപ്പോൾ ദിവസം 6-8 പേര് വരാണ് മരണവിവരം കിട്ടുകയാണ്. അതും പെട്ടെന്ന് വേണം. ഇത് കണ്ട് 4 വയസ്സായ ഒരു സ്കൂൾ വിദ്യാർത്ഥി അറ്റാക്കിൽ മരിച്ചു. 4 വയസ്സായ 4ാം ക്ലാസ് പഠിക്കുന്നത്. ഗൾഫിൽ നിന്ന് യാത്ര ചെയ്യാതിരിക്കുന്ന ആൾ മരിച്ചു കിടന്നു റൂമിൽ. കോലുകളി നടത്തിക്കൊണ്ടിരിക്കാൻ കൊഴിഞ്ഞുകൊണ്ട് മരിച്ചു. അങ്ങനെയല്ലേ 100 കണക്കിന്. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കുകയും എന്തെങ്കിലും റെമഡിയലി പരിഹാരം ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണം നിന്ന് വാക്സിനേഷനായിട്ട് യാതൊരു ബന്ധമില്ല, അവിടെ യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. വിദഗ്ധ അഭിപ്രായം. നമ്മൾ അഭിപ്രായത്തെ മാനിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്രയും പെടുമരണങ്ങൾ? അപകടമരണം വേറെ, ആത്മഹത്യ വേറെ, ഈ പെടുമരണങ്ങൾ പ്രത്യേകിച്ച് 2-3 വർഷം കൊണ്ട്, 4-5 വർഷം കൊണ്ട് പ്രത്യേക വ്യായാമം കുറഞ്ഞോ, അല്ലെങ്കിൽ മാലിന്യമുള്ള വസ്തുവാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ മാലിന്യമില്ലാത്ത പിന്നെ വിഷാംശം കലർന്ന വസ്തുക്കളാണ് കഴിക്കുന്നത്? അല്ലല്ലോ. ഈ 4-5 ദിവസം കഴിയുമോ? നമ്മൾ ഒരു കാര്യം വിചാരിക്കണം. ഈ ലോകത്ത് പിന്നെ വിഷമാലിന്യങ്ങൾ അത് പലതുമുണ്ട്. അതായത് ജലത്തിൽ വിഷാംശം വരുന്നു, ഭക്ഷണത്തിൽ വരുന്നു, പിന്നീട് മെഡിസിനിൽ വരുന്നു, എല്ലാം വരുന്നു. അവസാനം പ്രകാശ മലിനീകരണം പേര് നടക്കുന്നത്. പ്രകാശ മലിനീകരണം കൂടിയിട്ടാണ് ഇപ്പോൾ ഈ തവളകൾക്കെല്ലാം ഇണചേരാൻ പറ്റുന്നില്ല. കാരണം ആ വെളിച്ചത്തിൻ്റെ കൂടുതലുണ്ട് എന്നൊരു ശാസ്ത്ര റിപ്പോർട്ടുണ്ട്. ഈ തവളയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കണം. 1960-70 കാലഘട്ടത്തിൽ കേരളത്തിൽ തവള പിടിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതായത് 8 മണി കഴിയുമ്പോൾ പെട്രോമാക്സുമായിട്ട് 2-3 പേര് വരും ചാക്കായിട്ട്. ഈ പെട്രോമാക്സ് വെളിച്ചം കാണുമ്പോൾ തവള കണ്ണടഞ്ഞു പോകും, ചെന്ന് പിടിക്കും, ചാക്കിലിടും. തന്നെയല്ല, ഈ പ്രത്യേകം മഴക്കാലത്താണ് ഇതിൻ്റെ വംശം വർധന ഉണ്ടാകുന്നത്. ആ സമയത്ത് എന്തും നിലവിളിക്കുകയാണ്. ഇപ്പം മഴ വന്നാലും ഒരു നിലവിളിയില്ലല്ലോ, കാരണം ഇല്ല സാധനം. അങ്ങനെ വംശം നശിച്ചു പോയി. ഏതാണ്ട് $800 കോടി വിദേശ നാണ്യം നമുക്ക് നേടിത്തന്നു. പക്ഷേ 800 കോടി രൂപയുടെ വിദേശ നാണ്യം നേടിത്തന്നതിൻ്റെ ഫലമായിട്ട് 8 ലക്ഷം കോടി രൂപയുടെ വിഷാംശങ്ങൾ ഇറക്കുമതി ചെയ്തു. ഈ വിഷാംശങ്ങൾക്കുള്ള ദൂഷ്യം ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ബാക്കി രോഗാണുക്കൾ ചൂട് പറ്റുമ്പോൾ അല്ലെങ്കിൽ അത് നശിച്ചു പോകും. വിഷാംശം ഒരിക്കലും നശിക്കില്ല. അങ്ങനെ മാലിന്യമായി എന്ന് മാത്രമല്ല,
ഇപ്പം നമ്മൾ പറയുന്നത് ആലുവ, നമ്മൾ ആലുവക്കാലി എറണാകുളത്തുകാരാണ്. അവിടെ ഏലൂർ FACTലെ വിഷജലം വരുന്നുണ്ട് ആലുവ പുഴയിൽ, അങ്ങനെ അപകടം. അതിനേക്കാൾ മാരകമായൊരു വിഷാംശമാണ് എന്തറിയോ, ഈ ടാറ്റ പോലുള്ള അല്ലെങ്കിൽ തേയിലത്തോട്ടിലടിക്കുന്ന എൻഡോസൾഫാൻ. അത് അതടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മഴയത്തും കാറ്റിലൊക്കെ വന്ന് 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 പുഴയുടെ ഉത്ഭവത്തിൽ വന്ന് അത് കടലിൽ പോകുന്നത്. ഈ എൻഡോസൾഫാൻ അല്ലെങ്കിൽ അതുപോലെ മാലിന്യം വളരെ മാരകമാണ്. കാര്യം നമ്മൾ അവിടുന്ന് ഡൈല്യൂട്ടായിട്ട് ഒഴുകി വെള്ളം വേണമെങ്കിൽ അതൊരിക്കലും നശിച്ചു പോകില്ല. മാത്രമല്ല അത് മാരകമായ രോഗങ്ങളുണ്ടാകും, മാരകമായ വിഷാംശമാണ്. അതൊക്കെ ഒരു വഴി. അപ്പം അങ്ങനെ വരുമ്പോഴേ അതൊക്കെ സർക്കാർ അന്വേഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എവിടെ ശ്രദ്ധിക്കാൻ? പേപ്പട്ടിയുടെ നമ്മൾ പറഞ്ഞില്ലേ, 100 കോടി രൂപയുടെ ഇടപാട് ബിസിനസ്സാണ്, എങ്ങനെ ശ്രദ്ധിക്കാനാണ്? അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, എന്തുകൊണ്ടാണ് ഈ വാക്സിനേഷന് ശേഷം പ്രത്യേകിച്ച് യുവാക്കളിൽ, അതും ആണിൽ ഈ സഡൻ ഡെത്ത് വരുന്നത്? അത് തികച്ചും അന്വേഷിക്കണം. ഞങ്ങളുടെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്, ഈ വാക്സിനേഷൻ്റെ വളരെ ചെറുതാണെങ്കിൽ അത് കോടിക്കണക്കിന് ഡെവലപ്പ് ചെയ്യും. അതായത് നമ്മുടെ കോവിഡ് വാക്സിനേഷൻ കോടികൾ പെട്ടെന്ന് വളർന്ന പോലെ ഈ വാക്സിനേഷനും വളരെ വലുതാവുന്നതാണ്, കാണുമ്പോൾ ചെറുതാണെങ്കിലും. അപ്പം അങ്ങനെ വന്നാൽ രക്തം ഓട്ടം കുറച്ച് കട്ടയാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊരു വിദഗ്ധ അഭിപ്രായമുണ്ട്. അതിനാണ് നമ്മളിപ്പോൾ ഈ ഹാർട്ട് പേഷ്യൻറ്റിലൊക്കെ ഗുളിക കഴിക്കില്ല, അപ്പോൾ രക്തം ഡൈല്യൂട്ടാകും. ഡൈല്യൂട്ടാക്കിയാൽ ദൂഷ്യം എന്ന് വെച്ചാൽ ഒരു മുറിവുണ്ടായി പെട്ടെന്ന് ഉണങ്ങില്ല എന്നുള്ളൂ, വേറെ ദൂഷ്യമൊന്നുമില്ല. എന്നാലും പലരും ചെയ്യുന്നുണ്ട്. അതൊക്കെയാണോ ഇല്ലെന്നൊക്കെ ഉള്ളൂ അന്വേഷിക്കണം. അല്ലെങ്കിൽ മറ്റെന്ത് കാരണം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്താണ് നമുക്ക് സാധ്യതക്കുറവ്? അപ്പോൾ ഈ 2222 എപ്പിസോഡിൽ ഞങ്ങളീ പറയുന്ന കാര്യം, ഇന്നിപ്പോൾ ആഗസ്റ്റ് 10 സെപ്റ്റംബർ 10, ഒക്ടോബർ 2, ഏതാണ്ട് 30, 40, 30, 20, 19 ദിവസമുണ്ട് ഒക്ടോബർ 2-ന്. ഒക്ടോബർ 2-ന് നമ്മൾ എറണാകുളത്ത് വിപുലമായൊരു യോഗം വിളിക്കുന്നുണ്ട്, എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട്. ആ യോഗത്തിൽ വച്ച് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിൻ്റെ പ്രചരണാർത്ഥം അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്താൻ വേണ്ടി കാസർഗോഡ് പിന്നെ ട്രിവാൻഡ്രത്തേക്ക് ഒരു വാഹന ജാഥയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചർച്ച ആരംഭഘട്ടത്തിലാണ്. എന്ത് ചെയ്താലും പറ്റില്ല, ഇത് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കണം, ഈ മരണം ഒന്ന് കുറക്കണം. അതിന് കേരള ഗവൺമെൻറ് പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ് അവിടെ ചെയ്യട്ടെ, നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്, നമ്മുടെ ബുദ്ധിയുള്ളവരും മിടുക്കന്മാരും ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, അറിയാമല്ലോ. അവരൊരു പ്രത്യേക വിങ്ങിനെ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് ഈ പെട്ടെന്ന് ദുർമരണത്തിന് കാരണം, അല്ലാതെ വാക്സിനേഷനെ കുറിച്ചല്ല പറയുന്നത്. അത് പറഞ്ഞാൽ വലിയ പ്രശ്നം, ലോകകാര്യമല്ലേ. പെട്ടെന്നുള്ള ദുർമരണത്തിൻ്റെ ഈ ഏതാനും വർഷങ്ങളിൽ നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അത് വിശദമായിട്ട് പരിശോധിക്കാനും പരീക്ഷണം നടത്താനും ഒരു ശക്തമായ ടീമിനെ, നമ്മുടെ ഡോക്ടർ മിടുക്കന്മാരാണെന്നേ, മലയാളികൾ എന്തുകൊണ്ടും മിടുക്കന്മാരാണ് എല്ലാ ഫീൽഡിലുള്ളവരും, അത് സംഘടിപ്പിക്കുന്നത് ഗവൺമെൻറ് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇത് ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഇന്ന് സൺഡേ ആണ്, സൺഡേ ഓപ്പണാണ്. എല്ലാ വിങ്ങും അല്ലെങ്കിൽ ഒരു ജനറൽ വിങ്ങുണ്ട്, വലിയ തിരക്കൊന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഒരു മാതൃക, പണ്ട് രാവിലെ ഒരു 4 മണി മുതൽ ഒരു 5000 പേരുണ്ടാവും രാവിലെ OP-യിൽ. അവിടെ ചെന്ന് നിൽക്കണം മണിക്കൂറുകളോ. അപ്പം ഞങ്ങൾ നിർദ്ദേശം വെച്ച് ഈ വരുന്നവർക്ക് ക്രമ നമ്പർ ഇട്ട് ടോക്കൺ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നവർക്ക് ടോക്കൺ എടുത്താൽ അവർ മാറി നിൽക്കാമല്ലോ. എന്നിട്ട് ടോക്കൺ വിളിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടോക്കൺ നമ്പർ കാണുന്നതനുസരിച്ച് ക്യൂവിൽ നിന്ന് രജിസ്റ്റർ ചെയ്താലോ. പക്ഷേ ചികിത്സകൻ ചെല്ലുമ്പോൾ ടോക്കണാണ്, അത് ഇന്നോടെ കുഴപ്പമില്ല, ആ ടോക്കൺ എടുത്തിട്ട് ആശ്വാസമായി. അങ്ങനെ ഒരു പരിപാടി ആസ്വദിച്ചപ്പോഴാണ് കൊറോണ വന്നപ്പോൾ തൽക്കാലം ശാന്തമായി. ഇപ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ വെച്ച് കുറച്ച് സൗകര്യമൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട പോയിന്റാണ്, ചിന്തിക്കാൻ വേണ്ടി പറയണം. അതായത് രാവിലെ 6 മുതൽ 2 വരെ ഒരു ഷിഫ്റ്റ് 8 മണിക്കൂർ, 2 മുതൽ 10 വരെ വേറെ ഷിഫ്റ്റ്. അപ്പോൾ 2 ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ 6 മുതൽ രാത്രി 10 മണി ആൾക്കാർക്ക്, രോഗികൾക്കൊക്കെ വരാം. ചിലപ്പോൾ രാത്രി 10 മണിക്ക് ശേഷം വരാൻ സാധ്യതയുള്ളവരുണ്ട്. അവർ നമ്മൾ തൽക്കാലം വിട്ടുകളയാണ്, പറ്റില്ല. 10 മണി, 8 മണി, 9 മണിക്ക് വരാൻ പറ്റിയ ആൾക്കാരുണ്ട്. അപ്പോൾ തിരക്ക് കുറയും, പിന്നെ എല്ലാവർക്കും സൗകര്യമായിട്ട് വന്ന് കണ്ട് ഡോക്ടറെ കണ്ടു പോകാം. ഇത് രോഗികൾക്കും ബുദ്ധിമുട്ടാണ്, ഡോക്ടേഴ്സിന് ബുദ്ധിമുട്ടാണ്, സ്റ്റാഫിന് ബുദ്ധിമുട്ടാണ്. കാരണം അമിതമായ ലോഡ് വരാണേ.
അവർ ഇന്ന് ആലോചിച്ച് നോക്ക്. ആ നേഴ്സുമാരൊക്കെ ഇന്ന് വലിയ തിരക്കണ്ടില്ല. നേഴ്സുമാരൊക്കെ അവിടെ ചെല്ലുമ്പോഴേ നിൽക്കുകയാണ്, ക്യൂ എടുക്കുക, 100 ആൾക്കാർ. ഇതെല്ലാം നോക്കി വായിച്ച് എഴുതിയൊക്കെ കൊടുക്കണ്ടേ, സംസാരം ചെയ്യണ്ടേ. അപ്പോൾ വലിയ റിസ്ക്കാണ് അവർക്ക്. അതൊക്കെ അവർ കാണാതെ പോകരുത്. നമ്മൾ കുറ്റം പറഞ്ഞാറില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചിലർക്ക് സംശയമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ അതല്ല, ഇതൊക്കെ നമ്മൾ കാണാതെ പോകരുത്. തന്നെയല്ല, ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു ഡോക്ടർ സ്വാഭാവികമായിട്ടും 10-15 പേരെയാണ് പരിശോധിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഇത് 150, 200, 300 പേരൊക്കെ ചിലപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവർ റിസ്ക് മനസ്സിലാക്കുമല്ലോ. അത് ചെയ്യേണ്ടത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഒരു ഷിഫ്റ്റ്, 8 മണിക്കൂറുള്ള ഷിഫ്റ്റ്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെ മറ്റൊരു ഷിഫ്റ്റ്, 8 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ രാവിലെ 6 മുതൽ വൈകിട്ട് ഒരു മണിയെ OP ഉള്ളൂ, പിന്നെ വൈകിട്ട് കുറച്ചുള്ളൂ. ആ ഒരു 4-5 മണിക്കൂർ പകരം ഈ 16 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ തിരക്ക് വളരെ കുറയും. എല്ലാവർക്കും സമാധാനമായിട്ട് കണ്ടുപോകാം. ഡോക്ടർമാർക്കും ആശ്വാസം, സ്റ്റാഫിനും ആശ്വാസമാണ്. ഇതൊക്കെ ചിന്തിക്കാത്തതിൻ്റെ കാരണം എന്താണ് നമ്മുടെ നേതാക്കളും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും സ്റ്റാഫൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കാത്തത്? ഇപ്പോൾ ഈ കേരളത്തിൽ ഒരുപാട് തന്ന മാറ്റങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെയാണ്. ഇപ്പോൾ വിമാനത്താവളം പറഞ്ഞ്, എയർപോർട്ട് മറ്റേതൊക്കെ പറഞ്ഞ്, അങ്ങനെ ഒരുപടി പറഞ്ഞപ്പോൾ തലസ്ഥാനം കഴിയണം. അപ്പം നമ്മൾ ഏതായാലും ഡിസംബർ 31 ബുധനാഴ്ച വൈകിട്ട് കൊച്ചിയിൽ തലസ്ഥാനം മധ്യകാലത്ത് മാറ്റമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു വലിയൊരു പരിപാടിയുടെ സമാപനമുണ്ട്. അന്ന് തന്നെ നമ്മൾ ഈ ജാഥ നയിച്ചിട്ട്, ആ ജാഥ കൂടി ഇത് ചേർക്കണം, ജാഥ നയിച്ചിട്ട് അതിൻ്റെ സമാപനം കൂടി ഈ പറഞ്ഞ ദിവസങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ശരിയാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സഹായം പ്രതീക്ഷിക്കണം. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പോൾ ഇന്നത്തെ ഞാൻ രാഷ്ട്രീയം നമുക്ക് സംസാരിക്കാൻ പറ്റിയ വിഷയമല്ല. നമ്മുടെ മരണം ഈ സംഗതിയാണ്. എൻഡോസൾഫാൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞ്, മറ്റേ വിഷം ഇറക്കുമതിൻ്റെ കാര്യം പറഞ്ഞ്, ഈ വിഷം ഇറക്കുമതിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ക്യാൻസർ സെൻറ്റർ വരാൻ വൈകുന്നതിന് കൊണ്ട് VR കൃഷ്ണൻ സാറൊക്കെ പങ്കെടുത്ത പരിപാടി ഇവിടെ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടത്തി. അന്ന് ഞാൻ പങ്കെടുത്തത്. അന്ന് ഞാൻ ഈ വിഷയം പറഞ്ഞു, ഈ 800 കോടി. അപ്പോൾ ഒന്ന് വിശ്വനാഥ് സാറ് കളക്ടറായിരുന്നു, അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ ഇതൊക്കെ ഇന്നലെ ഇപ്പോൾ പറയുന്നത് പറയണം. അന്ന് ഞാൻ അദ്ദേഹത്തിന് പറയണം. കാരണം 800 കോടി രൂപയുടെ വിദേശത്താണ് നേടിയതിൻ്റെ ഫലമായിട്ട്. അപ്പം എന്താണ്, ഈ ഒരു തവള ഉണ്ടെങ്കിൽ 10 സെൻറ്റ് സ്ഥലത്തെ കീടങ്ങൾ അത് തിന്ന് നശിപ്പിക്കും. അതിൻ്റെ ഭക്ഷണമുള്ള കീടങ്ങൾ ആ തവളയെല്ലാം പിടിച്ചു കഴിഞ്ഞ് കൊന്നു കഴിഞ്ഞ് ഇല്ല. ഇപ്പോൾ അതിന് പകരം കീടങ്ങൾ കൂടി, കൃമികൂടം കൂടിയപ്പോഴും വിഷം ഇറക്കണ 8 ലക്ഷം കോടി രൂപയായിട്ട് ഇറക്കിയിട്ടാണ് ഏകദേശം കണക്ക്. ആ വിഷം നമ്മുടെ ഭൂമിയിൽ നിന്നാലും മണ്ണിൽ നിന്ന് വിട്ടുപോകില്ലെന്നേ. പുഴയിലൊക്കെ പിന്നെ എസ്റ്റേറ്റിൽ നിന്ന് വരുന്നത് വെള്ളത്തിൽ കൂടിയാണ് അവസാനം വന്ന് കടലിലേക്ക് വരുന്നത് വയ്ക്കാം. ഈ കരയിലൊക്കെ വീഴുന്ന പോകില്ല. അതാണ് നമ്മുടെ എൻഡോസൾഫാൻ കാസർഗോഡ് ഉണ്ടായതില്ലേ. അത് മണ്ടത്തരം. ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യർ പറഞ്ഞ് ഗുളിക കൊണ്ട് ഈ നാവിലിടാൻ, അത് തെറ്റുകൊണ്ട് അത് നാവിക്കിട്ട് രോഗി മരിച്ചു പറയുമ്പോലെ. എന്താണ് എൻഡോസൾഫാൻ? അത് തുരിച്ചടിക്കുമ്പോൾ അടിക്കാൻ പറ്റിയ സാധനമല്ല. തുരിച്ച് നമ്മൾ റബ്ബറിന് അടിക്കാണ്ട്, അതുപോലെ അതുകൊണ്ട് അടിക്കാൻ എളുപ്പം തീർക്കാന്ന് വെച്ചിട്ട് ഈ പിന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷക കേന്ദ്രം, കഷണ്ടി കോർപ്പറേഷൻ, അവർ മണ്ട് സയൻറ്റിസ്റ്റുകൾ, മണ്ട് ഉദ്യോഗസ്ഥന്മാർ ഹെലികോപ്റ്ററിൽ എൻഡോസൾഫാൻ നടത്തി. അപ്പോൾ എൻഡോസൾഫാൻ അല്ല കുഴപ്പം. അതുകൊണ്ട് എന്താ പറഞ്ഞത്, എൻഡോസൾഫാൻ നിരോധിക്കാന്ന് ചെയ്ത്. എൻഡോസൾഫാൻ അല്ല കുഴപ്പം. പിന്നെ എന്താ കുഴപ്പം ഉണ്ടാക്കിയത്? എൻഡോസൾഫാൻ തുരിച്ചടിക്കുമ്പോൾ വായു മാർഗ്ഗം ഹെലികോപ്റ്റർ അടിക്കാൻ പാടില്ല. അതൊക്കെ അഥവാ കിണറൊക്കെ ഉണ്ടെങ്കിൽ അത് മൂടി വേണം, എന്നാൽ റിസ്ക്കാണ്. എൻഡോസൾഫാൻ അല്ല അടിക്കുക, തുരിച്ചു പോലെ അല്ല അടിക്കരുത്. അങ്ങനെയാണ് ഈ അസുഖം വന്നത്. അത് പകരുന്നറിയോ? അതായത് പണ്ടൊരു കാര്യത്തില്ലേ, അരിയാലും ചോട്ടിൽ പട്ടി ഉറങ്ങി കിടക്കായിരുന്നു. അത് ഉറങ്ങാണോ അല്ലെന്ന് അറിയാൻ വേണ്ടി അതിൽ പോയി കണിയാർ കാലുകൊണ്ട് തട്ടുകെട്ടി. അപ്പോൾ ഭക്ഷണം കിട്ടാതെ വിശന്ന് ഇരിക്കുന്ന ദേഷ്യം വന്ന് പട്ടി കടിച്ച്. അപ്പോൾ കണിയാർ കാലിൽ കടിയേറ്റ് രക്തം ഒലിക്കുന്ന കാലായിട്ട് പോകുമ്പോഴേ ഒരാൾ ചോദിച്ചു, എന്ത് പറ്റി കണിയാർ? അതോ അരിയാലും ചോട്ടിക്കിടന്ന് പട്ടി കണ്ട വഴി മാറി പോകണം, അല്ലെങ്കിൽ അവൻ പിടിച്ച് കടിക്കുന്നു. വാസ്തവത്തിൽ അരിയാലും ചോട്ടിക്കിടന്ന പട്ടിയാണോ കടിച്ചല്ല. ഒരു അരിയാലും ചോട്ടിക്കിടന്ന പട്ടി വിശപ്പ് സഹിക്കാതെ ഉപയോഗിച്ചപ്പോൾ ദേഷ്യം വന്ന് കടിച്ചു എന്നല്ല എല്ലാ പട്ടിയും കടിക്കുമോ? അതുപോലെയുണ്ട്. എൻഡോസൾഫാൻ അല്ല വാസ്തവ കുഴപ്പം. ഒരു കീടനാശിനി എന്നാലും എൻഡോസൾഫാൻ ഏതാണ്ട് ഫിറ്റാണ്. പക്ഷെ അതിന് പകരം എൻഡോസൾഫാൻ തന്നെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുത്ത്. അതൊക്കെയാണ് നമ്മുടെ വിവരക്കേട് അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിമുട്ട്. ഇതൊക്കെ ഏത് കാലത്താണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്?
അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതൊക്കെ അന്വേഷിച്ച് പരിഹാരം ഉണ്ടോ എന്ന്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ, ഈ ഇതിൻ്റെ വാക്സിനേഷൻ്റെ സൈഡ് എഫക്റ്റും ആണോ? ഒന്ന് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് മരുന്നും ഇല്ല. എല്ലാ ഇംഗ്ലീഷ് മരുന്നും സൈഡ് എഫക്റ്റുള്ള, ചിലത് കൂടിയിരിക്കും കുറഞ്ഞിരിക്കുന്നുള്ളൂ. 100% സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മണ്ട് ഇല്ലെന്നാണ്. നമുക്കിവിടെ 400 ഐറ്റം മരുന്ന് മതി, അതിന് 40,000 ഐറ്റം ഉണ്ടാക്കുന്നത് പല പേരിൽ. ഇതെല്ലാം മത്സരമാണല്ലോ. അതങ്ങനെ ഒരു രീതി, ഇതിങ്ങനെ രീതി ജനങ്ങളെ ഒരു രീതി കൂടി പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു. അതുകൂടെ അമ്മയുടെ ലാഭം വേറെ, ആവശ്യമില്ല മരുന്ന് കുറച്ച് കൊടുക്കുന്നു ഡോക്ടേഴ്സ്. അങ്ങനെയൊക്കെ ഒരു പരാതിയും തട്ടിപ്പ് നടക്കുമ്പോൾ ഇതിങ്ങനെ എല്ലാ നിലക്കും കടലിൽ തിരയുണ്ടായാൽ അത് കരയിൽ അവസാനിക്കുന്നതല്ലേ. എന്ത് വന്നാലും ബുദ്ധിമുട്ട് ആർക്കാണ്? പബ്ലിക് എന്ന ജനങ്ങൾക്കാണ്, പൊതുജനത്തിനാണ്. അതിനാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതേക്കുറിച്ച് കേരള ഗവൺമെൻറ് ഒരു അന്വേഷണം അവരുടെ കഴിവിനനുസരിച്ച് നമ്മുടെ റിസർച്ച് വിങ് ഒരു അന്വേഷണം നടത്തണം. കേന്ദ്ര ഗവൺമെൻറ് അവിടെ രീതി നടത്തണം. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ജനങ്ങളുടെ സമാധാനം അല്ലെങ്കിൽ ജനങ്ങളുടെ തെറ്റിദ്ധാര തീർത്തണം. അങ്ങനെ മാനസികമായ ഒരു സമാധാനം കൊടുക്കും. ഇത് എല്ലാവരും ടെൻഷനിലാണ്, പ്രത്യേകിച്ച് യുവതലമുറ. ഇങ്ങനൊരു കാലം ഉണ്ടായിട്ടില്ല. ഐ ആം 77. ഇങ്ങനൊരു കാലം എൻ്റെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതുപോലെ പെടുമരണം, ദുർമരണം സഹിക്കാൻ പറ്റത്തില്ല. അതാണ്. അപ്പോൾ ഗവൺമെൻറ് അവൻ്റെ രീതിയിൽ ഒരു കമ്മിറ്റി വച്ച് അതിന് പരീക്ഷ നടത്തി അതിൽ ടെസ്റ്റ് ചെയ്ത് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം, സമാധാനം കൊടുക്കണം. നമ്മൾ വീണ്ടും പറയണം, ഒരിക്കലും കൊറോണ വാക്സിനേഷൻ കൊണ്ടാണെന്നൊന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല കേട്ടോ. പക്ഷെ അതിനെ സംശയിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് മാത്രം പറഞ്ഞുള്ളൂ. കാരണം ഈ അടുത്ത കാലത്ത് ഇത്രയും പെടുമരണം അല്ലെങ്കിൽ എന്താണ് കാരണം, അത് കണ്ടുപിടിക്കണം. മറ്റേതിന് കാരണമാണോ? അതിൽ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കോടികൾ മുടക്കുള്ള നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കോടികൾ മുടക്കുള്ള റിസർച്ച് വിങ്ങുണ്ട് സയൻറ്റിസ്റ്റുകളുടെ. അവർക്ക് എന്താണ് പണിയത്? അവർ കണ്ടുപിടിക്കട്ടെ. അതിൻ്റെ മറ്റെന്ത് കാരണമാണോ, മറ്റേത് മരുന്ന് മെഡിസിനാണോ, ഭക്ഷണമാണോ, വായുവാണോ, മലിനമാണോ, എന്താണെങ്കിലും അതേക്കുറിച്ച് അന്വേഷിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ എല്ലാവിധ സഹകരണത്തിനും നമ്മൾ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.